Sunset in Aruba. Quality medical education at Xavier University School of Medicine, Aruba. Accredited in Aruba, listed with WHO and IMED. 4-year MD program, 5.5 years for motivated high school students. 2-year clinical rotation in the U.S. guaranteed. Tuition is significantly less than the average U.S. med school. Xavier University School of Medicine, Aruba. www.xusom.com or call 866-374-9572. ഈ റിസഷനിൽ ഈ എക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു ഓവർ $800 ബില്യൺ ചിലവാക്കി. സ്റ്റിമുലസ് പ്ലാനിൽ ചിലവാക്കി. അനവധി ആളുകൾ ആ പണം ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ആ പണം വെരി ലോ ഇൻട്രസ്റ്റിൽ മേടിച്ചു. ആ പണം മേടിച്ചിട്ട് ഒന്നും ചെയ്തില്ല, ആർക്കും കൊടുത്തില്ല. ആ പണം ഗവൺമെൻറ് നേരെ തിരിച്ചു കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ ബോണ്ട്സും ട്രഷറി ബിൽസും വാങ്ങി. ആ ഡിഫറൻസ് അവരുടെ പ്രോഫിറ്റായിട്ട് എടുത്തു. ചേസ് മൻഹാട്ടൻ ബാങ്ക് ആ കൊല്ലം $50 ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കി. അവരുടെ ഹിസ്റ്ററിയിൽ $50 ബില്യൺ പ്രോഫിറ്റ് ഇതേവരെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ആ റിസഷനിലെ വേസ്റ്റ് ഇയർ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ അവർക്ക് $50 ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ടായിരിക്കും സ്റ്റിമുലസ് പ്ലാൻ വേണ്ടത്ര എഫക്റ്റീവ് ആയിരുന്നു. അതെ, ആ സ്റ്റിമുലസ് പ്ലാൻ മര്യാദയ്ക്ക് വേണ്ട ആളുകൾക്ക് പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, സ്മോൾ ബിസിനസ്സുകാർക്ക് കൊടുത്തില്ല. 11.3 മില്യൺ മോർഗേജ് ഫോർക്ലോസ് ചെയ്ത മോർഗേജസിന് അവരെ സഹായിച്ചില്ല. ഈ ബാങ്ക് മുഴുവൻ അവരുടെ പിന്നാലെ പോയിട്ട് ഒരു തമാശ ഇവിടെ ബാങ്ക് ഓഫ് അമേരിക്ക ഒരു വീട് ഫോർക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. ആ വീട്ടുകാരൻ കോടതിയിൽ പോയി പറഞ്ഞു, നോക്കൂ, എൻ്റെ വീടിന് യാതൊരു മോർഗേജും ഇതേവരെ ഇല്ല, ഞാൻ ബാങ്ക് ഓഫ് അമേരിക്കയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവരെന്തിനാണ് എൻ്റെ വീടെടുക്കാൻ വന്നത് ചോദിച്ചു. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ ഫയല് അനവധി ബാങ്കിൻ്റെ ഫയല്, മോർഗേജ് ഫയല് ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത ഫയൽസാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് അങ്ങനത്തെ ഫയൽസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ രാജ്യത്ത് കറപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ രാജ്യത്തും കറപ്ഷൻ ഉണ്ട്. ഓരോ രാജ്യത്തും കറപ്ഷൻ ഓരോ ലെവലിലാണ്. നമ്മൾ അമേരിക്ക, ചൈന, ഇന്ത്യ ഇങ്ങനെ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളും ഇപ്പോൾ സാറുമായിട്ട് ചർച്ച ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ 4.5 വർഷമായിട്ട് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് കേരളത്തിലെ ട്രഷറികൾ പൂട്ടി, 13 ദിവസം പൂട്ടി, ശമ്പളം കൊടുക്കാനല്ല 15 ദിവസം പൂട്ടി. പിന്നീട് പുതിയ ഒരു ഗവൺമെൻറ് വന്നു, അവർ അധികാരത്തിലെത്തി. ഒരു സാമ്പത്തിക വിദഗ്ധനായ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വിദഗ്ധനായ ഒരു ധനകാര്യ മന്ത്രി വന്നു. 4.5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ട്രഷറി പൂട്ടിൽ വന്നിട്ടില്ല. അത്ഭുതകരമെന്ന് പറയട്ടെ, ലോകത്താകമാനം നേരിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി 1% പോലും ബാധിക്കാത്ത ഒരു സംസ്ഥാനമായി കേരളം പെട്ടെന്ന് വളർന്നു. ഇഷ്ടം പോലെ പണം. സാറ് ഒരുപക്ഷെ സാറിൻ്റെ ചിന്ത ആ വഴിക്ക് പോയിട്ടുണ്ടാവും. എന്തായിരിക്കും അതിൻ്റെ കാരണം? എനിക്ക് ഡോക്ടർ ഐസക്കിനെ വളരെ ബഹുമാനമാണ്. മൂപ്പര് ടെക്സസിലെ ഞങ്ങളെപ്പോലെ ഒരു വലിയ പ്രൊഫസറായിരുന്നു. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള മനുഷ്യനാണ്. മൂപ്പരുടെ ചിന്താഗതി മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ്. എനിക്ക് യാതൊരു വിരോധമില്ല അതോട്. പക്ഷേ വളരെ ഡിസിപ്ലിൻഡായിട്ട് ആ ട്രഷറി മൂപ്പര് അഡ്മിനിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് വലിയ കാര്യം. ഞാനൊരു തമാശ പറയാറുണ്ട്. ഡോക്ടർ ഐസക്ക് രാവിലെ എണീറ്റാൽ ആദ്യം വിളിക്കണത് അയ്യപ്പസ്വാമി, ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം ട്രഷറിയിൽ ഭയങ്കരമായിട്ട് പണം വരുന്നത് ഒന്ന് ഈ അയ്യപ്പസ്വാമിയുടെ ഭണ്ഡാരത്തു നിന്നാണ്, ഭയങ്കരമായിട്ട് പണം വരുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഭണ്ഡാരത്തു നിന്ന് ഭയങ്കരമായിട്ട് പണം വരുന്നുണ്ട്. പിന്നെ
മൂന്നാമത്തെ വലിയൊരു അക്കൗണ്ട് നമ്മുടെ ആൽക്കഹോളിൻ്റെ എക്സൈസ് റവന്യൂ ആണ്. ആൽക്കഹോൾ വിൽപ്പന ഗവൺമെൻറ് അത് അത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പണം വരുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റിനൊക്കെ പറ്റുന്നത് സോഴ്സ് ഓഫ് റവന്യൂ ഡ്രൈ ചെയ്യണം. റവന്യൂ സോഴ്സ് ഇല്ല, ആ പണം അങ്ങോട്ട് അടിച്ച് ചിലവാക്കുകയാണ്, ട്രഷറി പൂട്ടുകയാണ്. ഇത് അമേരിക്കയിലും സംഭവിച്ചിട്ടുണ്ട്. കാലിഫോർണിയയിൽ $12 ബില്യൺ ഡിഫറൻസ്, ബഡ്ജറ്റ് ഡിഫറൻസ്. ന്യൂയോർക്കിൽ ആ ഡിഫറൻസ് ഉണ്ടായിരുന്നു. വാഷിങ്ടണിൽ $1.5 ട്രില്യൺ ഡിഫറൻസ് നാഷണൽ. ഇത് ചെലവും വരുമതിയും കൂടിയിട്ട് ബാലൻസ് ചെയ്യണത് എളുപ്പ പണിയൊന്നുമല്ല. ഡോക്ടർ ഐസക്ക് ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഭയങ്കര ഡിസിപ്ലിനായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു പരാതിയുള്ളത്, അവർ എങ്ങനെയെങ്കിലും ആ ഇൻഡസ്ട്രിയൽ കമ്പ്യൂട്ടർ, ആ ടെക്നിക്കൽ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് അതൊന്ന് ഓർഗനൈസ് ചെയ്യുമായിരുന്നു. അത് കുറച്ച് സമയം നമുക്ക് 1-2 കൊല്ലം പോയി. ഇനിയും സമയമുണ്ട്, ഇനിയും ചാൻസ് ഉണ്ട്. കഴിയുന്നിടത്തോളം ഇൻഡസ്ട്രീസിനെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. കേരളം അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് പുരോഗമിക്കില്ല. ഇത് നോക്കൂ, ടൈവാനിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു സമയത്ത് ടൈവാൻ 79% ഓഫ് GDP ടൈവാനിൻ്റെ അഗ്രികൾച്ചർ GDP ആയിരുന്നു. മഷ്റൂം വന്നത് ടൈവാനിൽ നിന്നാണ്, ഈ ഷ്രിമ്പ് വന്നിരുന്നത് ടൈവാനിൽ നിന്നാണ്, അനവധി ഫുഡ് പ്രോഡക്ട്സ് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ടൈവാനിൽ നിന്നാണ്. ഇപ്പം മാറി. ഇപ്പോൾ 1% അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടുള്ളൂ ആ GNPയിൽ. കേരളത്തിൻ്റെ ഹിസ്റ്ററി അങ്ങോട്ട് വരാൻ പോവാണ്. നസ്സൽ കഴിവുള്ള വർക്കേഴ്സാണ്, എഡ്യൂക്കേറ്റഡ്, വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അവർക്ക് ഹൈടെക് വർക്ക് കൊടുക്കണം. കമ്പ്യൂട്ടറൈഡ് ഇൻഡസ്ട്രീസ്, ഹൈടെക് ഇൻഡസ്ട്രീസ് അവരെങ്ങനെയെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ട് മാനേജ്മെൻറ്റും ലേബറും കൂടിയിട്ട് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്താൽ പിന്നെ കേരള വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. വളരെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വിൽ ബി പുൾഡ് ഡൗൺ, പുറകോട്ട് പോകും. വളരെ. ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയുടെ ആകെ മൊത്തം കണക്കിൽ കേരള സംസ്ഥാനത്ത് ഈ പറഞ്ഞ ഹെൽത്തിൻ്റെ കാര്യത്തിലും എഡ്യൂക്കേഷനിലും ക്രമസമാധാനത്തിലും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവാർഡ് സ്വീകരിക്കാൻ പരുവത്തിന് എത്തിയിട്ടുണ്ട് കേരളം. ഈയിടെ 3-4 അവാർഡുകൾ കേരള ഗവൺമെൻറ്റിന് കിട്ടി. അതെല്ലാം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാളും മികവ് പുലർത്തി എന്നുള്ള രീതിയിലാണ്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ഈ പുറകോട്ടടിക്കും വളരെ സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിവുള്ളവരും മിടുക്കന്മാരും പ്രതിഭാശാലികളുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് കേരളം എപ്പോഴും വഴുതിപ്പോയിക്കൊണ്ടിരിക്കും അല്ലേ? പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതൊന്ന് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഹൈ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു പോയി. ലോകത്തെ എല്ലാ സമ്പന്ന രാജ്യങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിവിടെ വിശകലനം ചെയ്തു. ഈ വിശകലനങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്ന ആൾ ഡോക്ടർ കാവിലാണ്. ഡോക്ടർ കാവിൽ ധാരാളം അറിവുകളിലൂടെ ട്രാക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. അറിവ് ട്രാക്ക് ചെയ്ത് പോകുന്ന മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഡോക്ടർ കാവിൽ. ആ അന്വേഷണം നമ്മൾ എങ്ങും അവസാനിക്കുന്നില്ല. ഇനിയും നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കുന്നതോടൊപ്പം ഡോക്ടർ കാവിൽ കേരളത്തിലെ ഗുരുവായൂർ സ്വദേശിയാണ്. 1971 അമേരിക്കയിലെത്തിയ ഒരു മലയാളി. അദ്ദേഹം ഇന്ന് അമേരിക്കൻ സർവകലാശാലകളിൽ സുപരിചിതനായ ഒരു പ്രൊഫസറാണ്. ഇദ്ദേഹം നമുക്ക് വേണ്ടി നൽകിയ ഈ വിവരങ്ങൾക്കും ഈ അറിവിനും കൈരളി TV USA പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. നന്ദി. ഈ ഓപ്പർച്യൂണിറ്റീസ് തന്നതിന് കൈരളിക്ക് വളരെ വളരെ